നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ നാട്ടിലെ ഒരു പോലീസ് സൂപ്രണ്ടിന് അതിന് പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എടി, പൊട്ടിച്ചത് പോലീസ് സൂപ്രണ്ട് അല്ലല്ലോ, അയാളുടെ ഭാര്യയല്ലേ. പോലീസ് സൂപ്രണ്ടിന്റെ ഭാര്യയ്ക്ക് എന്താ ജീവന് വിലയില്ലേ? ആമി, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ ആകെ കുഴഞ്ഞു പോകും. ആരാ ചോദിക്കാൻ വരുന്നെന്ന് വെച്ചാ അവരെ പറഞ്ഞ എന്റെ അടുത്തേക്ക് വിട്, ഞാൻ സംസാരിച്ചോളാം. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എന്റെ ആമി, നീ ആ തോക്ക് കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, വെടി പൊട്ടിച്ചിട്ടുണ്ട്. ഈശ്വരനല്ല, ഞാൻ ആത്മജാവുമാതത്തൻ. ഇതിവിടെ കൊണ്ട് തീർക്കാൻ നിനക്ക് ഉദ്ദേശമില്ലല്ലേ? എന്റെ തെറ്റേട്ടാ, നമ്മള് തീർത്താ ഇതിവിടെ കൊണ്ട് തീരുവോ? ആ ഫാത്തിമയും തടിയും കൊണ്ടേ സാക്ഷി പറഞ്ഞ തീർന്നില്ല. അയ്യോ, ഇത്രയും പേര് കണ്ടോണ്ട് നിന്ന ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാ ഒളിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെന്താ, നമ്മൾ സത്യത്തിന് കൂടെ നിക്കണം. ആരെങ്കിലും ചോദിച്ചാ പൊട്ടിച്ചത് ഞാനാണെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ രണ്ടുണ്ടയുടെ കാര്യല്ലേ ഉള്ളൂ, സമാധാനമില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്ത് സമാധാനം? എന്റെ തെത്തേട്ടാ, ഈ ഉണ്ടെന്ന് പറയുന്നതേ വലിയ കാര്യമൊന്നുമല്ല. ഈ പ്രപഞ്ചം തന്നെ പണ്ടൊരു ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ. എന്തോന്ന്? പണ്ട് വിശ്വകർമാവ് ഒരു മുട്ടയുടെ രൂപത്തിലാണത്രേ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അത് വിരിഞ്ഞു വന്നതാണ് നമ്മൾ ഈ കാണുന്നതല്ല. ചുമ്മാ പാദരാത്രി ഭ്രാന്ത് പറയാതെ നീ ഒന്ന് പോയേ. ഭ്രാന്തൊന്നും അല്ല, ഞാൻ സത്യം പറഞ്ഞത്. ഇനി എത്രയോ സത്യങ്ങൾ ഇതെത്തട്ടും കേൾക്കാൻ കിടക്കുന്നു. എല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ എനിക്ക് സമയമില്ലെന്നറിയാം. എന്നാലും അല്ല, അതിന് നീ എങ്ങോട്ട് വന്നു? എങ്ങോട്ടായാലും ഒരിക്കൽ പോയല്ലേ പറ്റൂ. ശരിക്കും നിന്റെ പ്രശ്നം എന്താ ആമി? എന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനിങ്ങനെ സംസാരിച്ചു, സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതെ, എന്റെ കുഴപ്പമല്ല. എന്റെ ദത്തേട്ടാ, ജീവിത സത്യങ്ങൾ കേൾക്കുമ്പോ നമ്മളിങ്ങനെ ഒളിച്ചോടരുത്, ധീരതയോടെ അതിനെ നേരിടണം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. മനസ്സിലായില്ല. ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന തെത്തട്ടും കേട്ടിട്ടില്ലേ? ഇത്ര അർത്ഥവത്തായ വരികളത്. കണ്ടുകണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്തോന്നു സപ്താഹയജ്ഞ വേദിയോ? ഇനി വാ തുറന്നല്ലേ സർവീസ് റോളർ ഒരു ഉണ്ട കൂടി ഞാൻ ഉപയോഗിക്കും. ഒന്ന് പോയേ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. അതല്ലെന്നേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്തോന്ന് പറയാനാമി? ഇപ്പൊ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ? എന്തോന്ന്? ജീവിതം വളരെ ക്ഷണികമല്ലേ. അതിന് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ ഞാൻ രക്ഷപ്പെട്ടു എന്നങ്ങ് വിചാരിക്കും. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ദുരന്തം? എന്താ സുജാത, എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? അത് എന്താടോ പറയ്. പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ നേരിട്ട് DGP കാണണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പൊ ഞാൻ ഊഹിച്ച സത്യോ, ഈ കൊച്ചിന്റെ കിളി അടിച്ചു പോയി. കണ്ടില്ലേ, ഭർത്താവും കാമുകിയും കൂടെ സല്ലപിക്കുന്നത്, ഒളിഞ്ഞു നിന്ന് നോക്കി സൂഹിക്കുന്നത്. ഇങ്ങനെ പോയാ ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്റെ ഈശ്വരാ. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല സർ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ അശോകൻ സാറ് പറഞ്ഞത്. അത് ഫോണിലൂടെ അല്ലേ സർ? സാറ് നേരിൽ ചെന്ന് കണ്ട അശോകൻ സാറ് കൈയൊഴിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. താൻ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ എനിക്കതിനുള്ളൊരു ധൈര്യമില്ല സുജാത. അതിന് സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ലേ ഉള്ളൂ. നിയമത്തിന്റെ കണ്ണില് ഞാൻ തെറ്റുകാരനാണല്ലോ. സാർ ഇങ്ങനെ സ്വയം ഉൾവലിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. ദയവേത് ഇക്കാര്യത്തില് സർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ശരി, ഞാനിപ്പോ എന്താ വേണ്ടത്?
അശോകൻ സാറിന് നേരിൽ കാണണമെന്നാണ് താൻ പറയുന്നത്. അതെ സർ. സാറ് വിചാരിച്ചാലേ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കൂ. സാറ് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. പാഴാക്കി കളയാൻ സമയമില്ല. നാളെ നേരം വെളുക്കുമ്പോ ഇത് മീഡിയൊക്കെ അറിയും. കഥയാകെ മാറും. പിന്നെ നമ്മുടെ കയ്യില് കാര്യങ്ങൾ നിന്നൊന്നും വരില്ല. എന്തോ എനിക്ക് പ്രതീക്ഷയില്ല. എനിക്കുണ്ട് സർ. ശരി, ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഞാനവിടെ പോവാനാ? ഓഹോ, അപ്പൊ പുലി പതുങ്ങിയത് ഒളിക്കാനല്ല കുതിക്കാനായിരുന്നു അല്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്റെ തലേക്കാവിലമ്മേ പൊലിപ്പിച്ചേക്കണേ. ഓ, സുജാത വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല ചേച്ചി, ഇപ്പൊ വന്നേ ഉള്ളൂ. സുജാത എന്നോട് പൊറുക്കണം. എന്തിന്? സുജാത വന്നിട്ട് ഇത്രയും നേരം പുറത്തു നിർത്തിയതിന്. അതിന് ഞാൻ വന്നതല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ വേണമല്ലോ അത് ശ്രദ്ധിക്കാൻ. അതിന് നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ വേണമല്ലോ ഇവിടെ ആരൊക്കെ അതിഥികൾ വരുന്നു എന്ന് നോക്കാൻ. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. സുജാത വാ, അകത്തിരുന്ന് സംസാരിക്കാം. അയ്യേ, ലോകം പറഞ്ഞ് നിൽക്കുവാണോ? അവളുടെ മുടിക്കുത്തിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ച് തുടങ്ങുമോളെ അങ്ങോട്ട്. വേണ്ട ചേച്ചി, പോയിട്ട് തിരക്കുണ്ട്. ദത്തൻ സാർ ഒരുങ്ങി വന്നാ ഉടനെ ഞങ്ങൾ ഇറങ്ങും. ആയിക്കോട്ടെ, ദത്തേട്ടൻ ഒരുങ്ങി വരുമ്പോ സമയമെടുക്കും. അതുവരെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അത് വേണോ ചേച്ചി? വേണം. ഇതെന്റെ ഒരു ആഗ്രഹം. എന്ത്? സുജാത ഒന്ന് സൽക്കരിക്കണമെന്ന്. വാ വാ. ഓ, അത് ശരി. അപ്പൊ അകത്ത് വിളിച്ചോണ്ട് പോയി വിഷം കൊടുക്കാനാണ് പദ്ധതി അല്ലേ? അമ്പടിക്കേമി, ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോ. വാ സുജാത, ഇരിക്കും. വേണ്ട, സാരമില്ല ചേച്ചി. എനിക്ക് സാരമുണ്ട്. സുജാത ഇരിക്കും. അല്ല, മുത്തശ്ശി ഇവിടെ? അയ്യോ, മുത്തശ്ശി ഇവിടെ ഇല്ല. പഴഞ്ചിറ അമ്പലത്തിലെ ഭജന ഇരിക്കാൻ പോയിരിക്കുക. ഒരു കണക്കിന് മുത്തശ്ശി ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി അല്ലേ സുജാത? അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് വീണ്ടും ICUലായനെ. അല്ല, കുടിക്കാൻ എന്താ വേണ്ടേ? ജ്യൂസ് വേണോ, ചായ വേണോ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തില് സുജാതയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. ഞാനേ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം. അയ്യോ, എനിക്ക് ദാഹിക്കുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല.